എവരിവൺ, വെൽക്കം ടു ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എഡ്യൂമൈൽ സ്റ്റോൺസ് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന എഡ്യൂമൈൽ സ്റ്റോൺസ് എന്ന സ്ഥാപനമാണ് ഓറ കരിയർ ഗൈഡൻസ് വേണ്ട എല്ലാ ബാക്ക് എൻഡ് സപ്പോർട്ടുകളും ചെയ്യുന്നത്. അവർ ഈ എഡ്യൂക്കേഷൻ വേർട്ടിക്കലിൽ കഴിഞ്ഞ 16-ൽ പരം വർഷങ്ങളായി അവർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരാണ്. എഡ്യൂമൈൽ സ്റ്റോൺസ് ആണ് ഓറ കരിയർ ഗൈഡൻസ് എന്ന സ്ഥാപനത്തിന് വേണ്ട എല്ലാ ബാക്ക് എൻഡ് സപ്പോർട്ടുകളും ചെയ്യുന്നത്. ലൈക്ക് സ്റ്റുഡൻറ്റ് പ്രൊഫൈലിംഗ്, യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റിംഗ്, അഡ്മിഷൻ പ്രോസസ്സ്, വിസ പ്രോസസ്സ്, അക്കോമഡേഷൻ. എഡ്യൂമൈൽ സ്റ്റോൺസ് ഇന്ത്യയിൽ 1000-ഓളം യൂണിവേഴ്സിറ്റീസായിട്ട് ടൈഡപ്പ് ഫെസിലിറ്റി ഉണ്ട്. അവർ 1000-ഓളം യൂണിവേഴ്സിറ്റീസായിട്ട് ടൈഡപ്പാണ്. അതേപോലെ തന്നെ 22-ൽ മേലെയുള്ള ഫോറിൻ കൺട്രീസിൽ എഡ്യൂമൈൽസ് 1500 യൂണിവേഴ്സിറ്റീസായിട്ട് ടൈഡപ്പാണ്. ഏറെക്കുറെ 3 lakh ഡിസിപ്ലിൻസ് അവർ കാറ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈൽ ഞങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട എന്തൊക്കെ സഹായങ്ങളാണോ അത് എഡ്യൂമൈൽ സ്റ്റോൺസാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അവിടെ ഒരു സ്ക്രൂട്ടണി ഉണ്ട്, ഞങ്ങൾ ഒരു പ്രൊഫൈലിംഗ് ഉണ്ട്. ആ പ്രൊഫൈലിങ്ങിൽ ഒരു 80 to 85% കുട്ടികൾക്ക് കിട്ടുകയാണെങ്കിൽ, ആ ഒരു വെയിറ്റേജ് കിട്ടുകയാണെങ്കിൽ നല്ല യൂണിവേഴ്സിറ്റീസ് ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്യാം. ഞങ്ങൾക്ക് 5ഓളം യൂണിവേഴ്സിറ്റീസ് അങ്ങനെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ്, കുട്ടികളുടെ ഡ്രീം യൂണിവേഴ്സിറ്റി ഏതാണോ അതിലേക്ക് ഞങ്ങൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ബട്ട് പ്രൊവൈഡഡ് കുട്ടികളും അക്കാഡമിക്കലി നന്നായിട്ട് സ്കോർ ചെയ്യണം. +2 നല്ല മാർക്കുകൾ വേണം. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിലെല്ലാം അവർ എക്സൽ ചെയ്താൽ ഞങ്ങൾക്ക് നല്ല ഹാൻഡ് പിക്ഡ് യൂണിവേഴ്സിറ്റീസ് നൽകുവാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഓറ കരിയർ ഗൈഡൻസിൻ്റെ എഡ്യൂമൈൽ സ്റ്റോൺസിൻ്റെയും സർവീസുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞങ്ങൾ ഒരു 17 വീഡിയോസ് ഓറ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഓഫ് സ്റ്റഡി അബ്രോഡ്, ഒരു 10 പ്രോസസ്സിനെ പറ്റി ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, അത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, US പോയി പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന റിട്ടേൺ, നമ്മൾ ആ ട്യൂഷൻ ഫീസായിട്ട് നമ്മൾ ആ പ്രോഗ്രാമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും, US തന്നെ ജോലി കിട്ടുകയാണെങ്കിൽ 20 കൊല്ലം കൊണ്ട് നമുക്ക് ശമ്പളമായിട്ട് കിട്ടുന്ന എമൗണ്ടും, അങ്ങനെ ഒരു കമ്പാരിറ്റീവ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റഡി ഇൻ ജർമ്മനി, അതേക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ 5 ബെസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ഫോർ പെർസ്യൂയിങ് ഹയർ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചും ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ അത് അപ്ലോഡ് ആവുന്നതാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ജർമ്മനിയിൽ പോയി പഠിക്കുന്നതിനെ കുറിച്ചും ഗ്രാറ്റിസ് വിസ നൽകുന്നതിനൊപ്പം ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസിന് ജർമ്മനിയിൽ പോയി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി സ്മൂത്തർ ആക്കിയിട്ടുണ്ട്. ജർമ്മനി ഇന്ത്യക്ക് ഇന്ത്യൻ സ്റ്റുഡൻസിന് ഗ്രാറ്റിസ് വിസ നൽകുന്നുണ്ട്. അതുപ്രകാരം കുറച്ചുകൂടി എളുപ്പമായിട്ട് ജർമ്മനിയിൽ പോയി പഠിക്കാം. ജർമ്മനിയിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിന് ട്യൂഷൻ ഫീസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഫീസുണ്ട്. അത് വളരെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഇപ്പോഴത്തെ സിനാരിയോയിൽ അത് വളരെ എൻകറേജിങ് ആണ്. കാരണം UK ആൻഡ് USA ഡേ ബൈ ഡേ visa process is getting strict and it is very tough to get admission in US. അവരിപ്പോൾ പഴയ പോലെ ഇന്ത്യൻ സ്റ്റുഡൻസിനെ US, UK ആൻഡ് കാനഡ പഴയ പോലെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഗ്രാറ്റിസ് വിസ ജർമ്മനി ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് അവിടെ പോയി പഠിക്കാൻ. അതേപോലെ ഫ്രാൻസ്, അയർലൻഡ്, ന്യൂസിലാൻഡ് എന്നീ കൺട്രീസിനെ കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ
പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ടാണ് വരുന്നത്. ഇത് ഡയറക്റ്റ്ലി സ്റ്റഡി അബ്രോഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഡയറക്റ്റ്ലി സ്റ്റഡി അബ്രോഡ് അല്ല. ഇത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ആശങ്കയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിലുള്ള ജോലിയിൽ ഒരു കടന്നുകയറ്റം നടത്തി ആ ജോലികൾക്ക് ഹാനികരമായി തീരുന്ന ഒരു സിറ്റുവേഷൻ വരുമോ? ഇപ്പോഴത്തെ കറൻറ്റ് സിനാറിയോയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ധാരാളം റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ നിന്നും വിക്കിപീഡിയയിൽ നിന്നും ശേഖരിച്ച ഇൻപുട്സാണ്. അത് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ പ്രകാരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കാരണവശാലും ഹ്യൂമൻ ഇൻ്റലിജൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യില്ല എന്നാണ് ഇൻഡസ്ട്രി എക്സ്പേർട്സ് പറയുന്നത്. കാരണം ഇത് ഇപ്പോൾ നടക്കുന്ന റിസർച്ച് മെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹ്യൂമൻ ഇൻ്റലിജൻസും രണ്ടും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഉള്ള ഒരു സിനാരിയോയിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സഹായം തേടുന്നു. പക്ഷെ ഒരു കാരണവശാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു സൂപ്പർമസിയിലേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇൻഡസ്ട്രി എക്സ്പേർട്സ് പറയുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന 3 തരം ജോലികളാണ്. അതിൽ ആദ്യമായിട്ട് അവർ പറയുന്നത് ലോയേഴ്സാണ്, വക്കീലന്മാരാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ലീഗൽ ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കമ്പ്യൂട്ടറിന് മുമ്പിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സഹായം തേടുകയില്ല. പകരം നിങ്ങൾ നേരിട്ട് ആ വക്കീലിൻ്റെ ഓഫീസിൽ പോയി എന്താണ് ലീഗൽ ഇഷ്യൂ എന്ന് വെച്ചാൽ അതിന് റിസോൾവ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ലോയേഴ്സ്, വക്കീലന്മാരുടെ ജോലിയിൽ 100% അത് നിലനിൽക്കും. അതിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി ഈ ജോലിയിൽ യാതൊരു കോട്ടവും യാതൊരു കാരണവശാലും ഹ്യൂമൻ ഇൻ്റലിജൻസിനെ, ഒരു ലോയറുടെ ഇൻ്റലിജൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമതായിട്ട് അവർ പറയുന്ന അടുത്ത പ്രൊഫഷൻ വന്നിട്ട് സർജൻസാണ്. ഒരു ഡോക്ടർ ഒരു മെറ്റിക്കുലസ് സർജറി ചെയ്യുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഹ്യൂമൻ ഡിസിഷൻസ്, ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്, അത് കണക്കിലെടുക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് യാതൊരു കാരണവശാലും അവിടെ ഒരു കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് നടക്കുകയില്ല എന്നാണ് എക്സ്പേർട്സ് ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാമതായിട്ട് അവർ പറയുന്ന അടുത്ത പ്രൊഫഷൻ ഹ്യൂമൻ റിസോഴ്സസ്, HR മാനേജേഴ്സാണ്. ഈ HR മാനേജേഴ്സിന് അവരെടുക്കുന്ന ഡിസിഷൻസിൽ ഒരു എംപതി, ഒരു ഹ്യൂമൻ കെയർ, ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അവിടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരു പരിപൂർണമായിട്ട് ഒരു റീപ്ലേസ്മെൻറ്റ് നടക്കുകയില്ല. അവർ കൊടുക്കുന്ന വെയിറ്റേജ് 87% ആണ്. വക്കീലന്മാർക്ക് 100% ആണ് വെയിറ്റേജ് കൊടുക്കുന്നത്. സർജൻസിന് 93% ആണ് വെയിറ്റേജ് കൊടുക്കുന്നത്. HR മാനേജേഴ്സിന് 87% ആണ് വെയിറ്റേജ് കൊടുക്കുന്നത്. ഇതുകൂടാതെ അവർ അഭിപ്രായപ്പെടുന്നത് മാസൺസ്, ഇലക്ട്രീഷ്യൻസ്, AC മെക്കാനിക്സ്, പ്ലംബേഴ്സ്, ഈ പറയുന്ന തസ്തികയിലൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത്ര വേഗം കടന്ന് വരാൻ സാധ്യമല്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. കാരണം അതിലൊരു ഫിസിക്കൽ എക്സേർഷൻ, ഒരു ഫിസിക്കൽ സ്കിൽ, ഒരു ഡെക്സ്റ്റേറിറ്റി ഉണ്ട്. ഒരു കായികമായിട്ടും ഒരു ഫിസിക്കലായിട്ട് ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അവിടെ ഒരു ഹിൻഡറൻസാണ്. അത്ര വേഗം ഈ പറയുന്ന മേഖലകളിൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കടന്നു വരാൻ കഴിയില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പേർട്സിൻ്റെ അഭിപ്രായം. ഇതിന് അവർ പറയുന്നത് they have created a framework. അവരൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് EPOCH, EPOCH ഫ്രെയിംവർക്ക്.
EPOCH. ഇപ്പോച്ച് എന്ന് പറഞ്ഞാൽ അതിൽ ഇ സ്റ്റാൻഡ്സ് ഫോർ നേരത്തെ പറഞ്ഞ പോലെ എംപതി, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നാണ് ഇ. പി എന്ന് പറഞ്ഞാൽ പ്രഷർ, വർക്കിംഗ് അണ്ടർ പ്രഷർ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പല വർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് തീർത്തും ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ടു വർക്ക് അണ്ടർ പ്രഷർ, നെറ്റ്വർക്കിംഗ്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റെൻസീവ് കമ്മ്യൂണിക്കേഷൻ ഒരു ഹ്യൂമൻ ഇൻ്റലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ ഇനിയും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കോ എക്സിസ്റ്റ് ചെയ്തു പോകും. ഇത് രണ്ടും കൂടിയുള്ള ഒരു കൊളാബറേറ്റീവ് എൻവയോൺമെൻറ്റിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടു, ഇമോഷണൽ ഇൻ്റലിജൻസ്, എംപതി കണ്ടു, വർക്കിംഗ് കണ്ടു, പ്രഷർ കണ്ടു, ഇയും പിയും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഒ എന്ന് പറയുന്നത് ഒപ്പീനിയനാണ്. ഒരു മനുഷ്യൻ നൽകുന്ന ജഡ്ജ്മെൻ്റൽ ഒപ്പീനിയൻസ്, ഒരു മനുഷ്യൻ നൽകുന്ന എത്തിക്കൽ ഒപ്പീനിയൻസ് എത്രത്തോളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നൽകാൻ കഴിയുമെന്ന് ഇനിയും റിസർച്ചുകൾ പ്രൂവ് ചെയ്യുന്നു. ഇത് ഇപ്പോഴും റിസർച്ചുകൾ നടക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ എല്ലാം അഭിപ്രായത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൂപ്രമസി, മേൽക്കോയ്മ ഉണ്ടാവുകയില്ല. രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൊരു കോ എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ സിനാരിയോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇ കണ്ടു, പി കണ്ടു, ഒ കണ്ടു. ഒ ഈസ് ഒപ്പീനിയൻ. ആൻഡ് ലാസ്റ്റ്ലി സി ഈസ് ക്രിയേറ്റിവിറ്റി. നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസ്, ഒരു ആർട്ടിസ്റ്റ്, ഒരു മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഷെഫ്, ദർ ഈസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ക്രിയേറ്റിവിറ്റി. ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മളെടുക്കുന്ന ക്രിയേറ്റീവ് ലാൻഡ്സ്കേപ്പ് അതെത്രത്തോളം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നൽകാൻ കഴിയുമെന്ന് ഇനിയും റിസർച്ചുകൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇ കണ്ടു, പി കണ്ടു, ഒ കണ്ടു, സി കണ്ടു, എച്ച് ലാസ്റ്റായിട്ട്. എച്ച് ഈസ് ഫോർ വാട്ട് യു സേ, എച്ച് ഈസ് ദ ലാസ്റ്റ് ഏരിയ. ഈ ഇപ്പോക് ഫ്രെയിംവർക്കിൽ അവസാനത്തെ ഏരിയ ആണ് EPOCH. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹോപ്പ്. അപ്പോൾ നമ്മൾ ഒരു ബെറ്റർ ലിവിങ് എൻവയോൺമെൻറ്റിന് ഹ്യൂമൻ ഇൻ്റലിജൻസ് നൽകുന്ന ഹോപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എത്രത്തോളം നൽകാൻ പറ്റും എന്ന് ഇനിയും വരുന്ന കാലങ്ങളിൽ, ഇനിയും വരുന്ന റിസർച്ചുകളിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വി കനോട്ട് പ്രിഡിക്റ്റ് എനിത്തിങ്. പക്ഷെ ജനറലി എല്ലാവരും പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റും ഹ്യൂമൻ ഇൻ്റലക്റ്റും കൂടി ഒരു ക്ലബ് ചെയ്തിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസാണ് കൂടുതൽ ചാൻസ്. ഒരു കംപ്ലീറ്റ് ടേക്ക് ഓവർ സാധ്യമല്ല എന്നാണ് ഇപ്പോഴത്തെ സൂചന നൽകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോക് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഇവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചു. സോ അങ്ങനെ വി ആർ റീച്ചിങ് ടു ദി ലാസ്റ്റ് പാർട്ട് ഓഫ് അവർ വീഡിയോ. നമ്മുടെ വീഡിയോയുടെ അവസാനത്തെ ഭാഗത്തിലെ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്യുവർലി AI റിലേറ്റഡ് ജോബ്സാണ്. AI റിലേറ്റഡ് ജോബ്സും US ആനുവലി കിട്ടുന്ന സാലറി റേഞ്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചില പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. മൈ അപ്പോളജീസ്, ഞാനത് നോക്കി വായിക്കുകയാണ്. അപ്പോൾ ദിസ് ഈസ് പ്യുവർലി AI റിലേറ്റഡ് ജോബ്സ്. ഒന്ന് വന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോംപ്റ്റ് എൻജിനീയേഴ്സ്. അടുത്ത സാധ്യതയുള്ള ഒരു തസ്തികയാണത്. $130,000 to $200,000 ആണ് ആനുവൽ സാലറി. അടുത്തത് വന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്തിക്സ് ഓഫീസേഴ്സ്. ശമ്പളം വന്നിട്ട് $150,000 to $220,000. അതായത് 2,20,000 രൂപ. അമേരിക്കയിൽ ലക്ഷമില്ലല്ലോ, ഇന്ത്യയിലും നമ്മൾ മലയാളത്തിൽ ലക്ഷം, ലാക്ക് എന്ന് പറയുന്ന പോലെ US 2,20,000 എന്ന് അവർ പറയില്ല.
$220,000. അടുത്തത് വന്നിട്ട് ഹ്യൂമൻ AI ഇൻ്ററാക്ഷൻ ഡിസൈനേഴ്സ്, $140,000 to $190,000. അതായത് $140,000 മുതൽ $190,000. ഞാനൊന്ന് മലയാളീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം അമേരിക്കയിൽ ലക്ഷമില്ല, പുറത്ത് ലക്ഷമില്ല, ഇന്ത്യയിലും മാത്രമേ നമ്മൾ ലാക്സ് എന്ന് പറയുള്ളൂ. UK ലാക്സ് എന്ന് പറയുമോ എനിക്കറിയില്ല. AI ട്രെയിനിങ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ്, $110,000 to $160,000. ഞാൻ ലാക്സിൽ പറയുന്നതാണ്. ഇറ്റ് ഈസ് $110,000 to $160,000 annually. AI implementation managers, $160,000 to $240,000. ഇതിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് AI ഇംപ്ലിമെൻറ്റേഷൻ മാനേജേഴ്സിനാണ്. $160,000 to $240,000 annually. സോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. AI റീപ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് സാധ്യമല്ല. അതിന് ഇപ്പോഴും റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ ഇപ്പോക്ക് ഫ്രെയിംവർക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇനിയും ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ, താഴെ കാണുന്ന ലിങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യണം. ലൈക്സ്, കമൻറ്റ്സ്, ഹൈപ്സ്. ഇപ്പോഴും ചാനൽ സെപ്റ്റംബർ 8 തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് സെപ്റ്റംബർ 22 ആയിട്ടുള്ളൂ. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്, 38 മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വേണം. കമൻസ് ഇല്ല. വ്യൂസ് ഉണ്ട് 500, 510 അത്രയേ ഉള്ളൂ വ്യൂസ്. ആ വ്യൂസ് പോരാ, നല്ല സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും എൻ്റെ വലിയ ഡ്രീമാണ്. അതിന് ഞാൻ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത്. എനിക്കും വളരെ നിന്നിട്ടും ചാടിക്കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ചാടിത്തുള്ളിയിട്ടൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് വലിയ താല്പര്യമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എപ്പോഴും ഒരു സ്റ്റേഷനറി ആയിട്ട് ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് our career guidance YouTube channel. Thank you. Thanks a lot.